നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഏട്ടത്തി വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനാ നിർബന്ധിച്ച് അണിയിച്ചൊരുക്കി ഈ മുറിയിൽ ഇരുത്തിയത്. സച്ചേട്ടൻ വന്ന് കാണുമ്പോ സന്തോഷത്തോടെ ഏട്ടത്തി എടുത്ത് വട്ടം ചുറ്റിക്കുന്ന ഞാൻ വിചാരിച്ചേ. അങ്ങനെയൊക്കെയല്ല സച്ചേട്ട സ്നേഹമുള്ളൊരു ഭർത്താവ് ചെയ്യുന്നേ. അതൊന്നുമില്ലെങ്കിലും 2 വാക്ക്. അത് മാത്രമല്ല, സച്ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട പാലുടെ പായസം ഉണ്ടാക്കി വെച്ചു ആ പാവം. അത് ഞാൻ പറഞ്ഞിട്ടാ. അതെ, പിറന്നാളിന് കൊടുക്കാൻ വേണ്ടിയാ. പക്ഷേ അത് തനിക്കല്ല, അമ്മൂന്. തനിക്കൊക്കെ ഇത് വെറും ഗിഫ്റ്റായിട്ടാ തോന്നും. ഇതെന്റെ ഹൃദയോ, എന്റെ പ്രണയം. ഇങ്ങി താമോളെ, ഞാൻ അരിഞ്ഞുതരാം. നീ മാത്രം എന്തിനാ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നേ? വേണ്ടടുത്തി, ഞാൻ ചെയ്തോളാം. എവിടെ അമ്പിളി? അമ്പിളി ചേച്ചി മുറ്റം വൃത്തിയാക്ക. അടുക്കളപ്പണി കഴിഞ്ഞ് പോരെ പുറംപണി? സാധാരണ അങ്ങനെയാണല്ലോ അവള് ചെയ്യാറ്. ഒക്കെ നീ പഠിപ്പിക്കുന്ന ശീലങ്ങളാ. നീ അടുക്കള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നോണ്ടാ അവൾ ഇതിലൊന്നും ഇടപെടാത്തത്. ദേ, എല്ലാത്തിനും അതിന്റേതായ അടുക്കും ചിട്ടയുണ്ട്. അതൊന്നും മാറ്റരുത്. ഹാ, ഇങ്ങിതാ, ഞാൻ അറിയാം. വേണ്ടടുത്തി, ഇതിപ്പോ തീരും. ഞാൻ ചെയ്തോളാം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാന്ന് തോന്നരുത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് 1000 പ്രശ്നങ്ങൾ കാണും. അത് അവരവരായി തന്നെ തീർക്കുന്നതാണ് സാധാരണ നാട്ടിൽ നടക്കുന്നത്. പലതും ആ വീട്ടിൽ തന്നെ ഉള്ളവർ അറിഞ്ഞൊന്നും വരില്ല. കൊച്ചു കൊച്ചു സൗന്ദര്യപ്പിണക്കങ്ങളും വാശിയും വൈരാഗ്യവും ദേഷ്യവും സങ്കടവും ഒക്കെ കാണും. നിങ്ങൾക്കിടയിലും ഇതൊന്നും ഇല്ലാതെ വരില്ലല്ലോ. പക്ഷേ സച്ചി ഒരിക്കലും ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യത്തിൽ ബഹളം വെച്ചാൽ പോലും എന്നെ കാണുമ്പോ അവൻ ശാന്തനാവാറാണ് പതിവ്. പക്ഷേ ഇന്നലെ എന്ത് രാക്ഷസനെ പോലെയാ ഏട്ടൻ പെരുമാറിയത്? ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞു സച്ചിയേട്ടനോട്? അതോ ഏട്ടത്തി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നത് ഏട്ടന് ഇഷ്ടായില്ലേ? എന്താണെന്ന് പറ. അച്ഛനൊഴികെ ഈ വീട്ടിലെ എല്ലാവരുടെ മുന്നിലും ഏട്ടത്തി എന്ത് കുറ്റക്കാരിയെ പോലെ ആയില്ലേ? അതിനു മാത്രം എന്ത് തെറ്റാ ഏട്ടത്തി ചെയ്തെന്ന് സച്ചേട്ടൻ പറഞ്ഞേ പറ്റൂ. സച്ചേട്ടന്റെ മുറിയിൽ നിന്ന് കിട്ടിയ സാരിയും മറ്റു ആഭരണങ്ങളും സച്ചേട്ടൻ അർച്ചനടുത്തേക്ക് കൊടുക്കാൻ വാങ്ങി വെച്ചിരുന്നല്ലേ? ഇനിയിപ്പൊ അങ്ങനെ അല്ലേല് അത് പിന്നെ ആർക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്നു എന്ന് കൂടെ സച്ചേട്ടൻ പറയണം. ഇത്രയും വില കൂടിയ സാരിയും അവിടെ കണ്ട ആഭരണങ്ങളും ആർക്ക് വേണ്ടി വാങ്ങി വെച്ചതാ? പറ സച്ചേട്ടാ. അർച്ചനടുത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാ? പറ. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വഴക്ക്? അതെടുത്തി, അത് സച്ചേട്ടൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുമ്പോ നല്ല ടെൻഷനിലായിരുന്നു. നോക്കർച്ചന, നീ കമ്പനിക്കാരിയുമായി ബന്ധപ്പെടുത്തി പുതിയ കാരണമൊന്നും ഉണ്ടാക്കണ്ട. ഞാനും അതേ കമ്പനിയില് അതേ ഓഫീസിൽ തന്നെയാ പോകുന്നതും വരുന്നെന്നുള്ള കാര്യം നീ മറക്കണ്ട. അവിടെ അവന് ടെൻഷൻ ഉണ്ടാവുന്ന ഒരു കാര്യവും നടന്നിട്ടില്ല. നീ വളച്ചു ചുറ്റി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്ക. ഒരിക്കലും അല്ല എടുത്തി. ഇന്നലെ സച്ചേട്ടൻ വന്നത് നല്ല മൂഡ് ഓഫിലായിരുന്നു. അത് ശരിയാ. അതിന്റെ കാരണവും അവൻ ഇന്നലെ പൊട്ടിത്തെറിച്ചതിന്റെ കാരണവും തമ്മിൽ എന്താ ബന്ധം എന്നാ ഞാൻ ചോദിക്കുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെ യാതൊരു ബന്ധവും എടുത്തേക്ക് തോന്നിയതാവും. അല്ല, എന്തോ ബന്ധമുണ്ട്. അവൻ ഇന്നലെ നീ ആഗ്രഹിച്ച് അവൻ ഉണ്ടാക്കി കൊടുത്ത പായസം പേരിനൊന്ന് നാക്കി വെച്ചെന്നേ ഉള്ളൂ. സാധാരണ അങ്ങനെ അല്ല, അവൻ ആസ്വദിച്ച് കഴിക്കുന്ന ആളാ. ഇന്നലെ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ കഴിച്ചില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു എടുത്തി. അതെന്താ, നീ ചോദിച്ചില്ലേ അവനോട്? പായസം കുടിച്ചോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിച്ചില്ല നീ? നിന്റെ ഈ ഉത്തരം മുട്ടിയുള്ള കളികളും അവിടെ എവിടെയും തൊടാതെയുള്ള മറുപടികളും കേൾക്കുമ്പോ തന്നെ അറിയാം ഇന്നലത്തെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് തക്കതായ കാരണമുണ്ടെന്ന്.
അർച്ചനടുത്തി അല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥാനത്തുണ്ടോ? എന്നോട് ഏട്ടന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ഏട്ടനോട് ചോദിക്കാൻ അപ്പൊ പറയേണ്ടി വരുമല്ലോ. ഏയ്, നീ എന്താ വായി തോന്നൊക്കെ ചോദിക്കുന്നേ? ഞാനൊന്നും മിണ്ടാ നിൽക്കുന്നെന്ന് കരുതി എന്റെ തലക്കറി നിരങ്ങുവാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങളായി തന്നെ തീർത്തോളാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് വഷളാക്കരുത്. പറഞ്ഞേക്കാം, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയണോ? അറിയണോന്ന്? അതൊന്നും വേണ്ട സച്ചേട്ടാ. പാവ ഏട്ടത്തെ കരഞ്ഞ മുഖത്തോടെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. അതിന് കാരണക്കാരി ഞാൻ മാത്രമാണല്ലോ എന്ന് ആലോചിച്ചപ്പോ അതിലും സങ്കടം തോന്നി. അതുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇത്രമാത്രം കാപട്യം കാണിക്കാൻ നീ വളർന്നൂന്ന് ഇപ്പഴാ ഞാൻ മനസ്സിലാക്കുന്നേ. ഞാൻ കരുതിയത് നിനക്ക് സച്ചി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും എന്നോടാണെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അത് വെറും തോന്നല് മാത്രമാണെന്ന്. അയ്യോ എടുത്തി, ഇന്നലെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. സച്ചേട്ടൻ വന്നപ്പോ ഞാനൊരു തമാശ പറഞ്ഞത് സച്ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ആ തമാശയൊന്ന് കേക്കട്ടെ. അല്ല, അതെന്ത് തമാശയാ? ഒരു തമാശ കേട്ട പാടെ ഒരുത്തം വീട് നടുങ്ങുന്നത് പോലെ ദേഷ്യപ്പെടുക, വീടിനകത്തുള്ള സാധനങ്ങൾ വലിച്ചെറിയുക. അങ്ങനെയുള്ള തമാശ ഞാനും കൂടെ അറിയണമല്ലോ. അച്ചുവേട്ടത്തെ സച്ചേട്ടൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം സച്ചേട്ടൻ ഓർത്തോ, അച്ചുവേട്ടത്തിന്റെ മുഖം സങ്കടപ്പെട്ട അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് എന്നെയും സന്ദീപേട്ടനെ ആയിരിക്കും. കാരണം അച്ചുവേട്ടത്തി ഞങ്ങൾക്ക് വെറും ഒരു ഏട്ടത്തി മാത്രമല്ല, എല്ലാമാണ്, എല്ലാം. നീ എന്നെ വെറും മണ്ടിയാക്കിയതാണോ, അതോ ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നതാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല. എനിക്കൊന്നും അറിയില്ല എടുത്തി. തോന്നുന്ന പോലെയാ സച്ചേട്ടൻ പെരുമാറുന്ന. ചില നേരത്ത് എന്താന്ന് ചോദിക്കാൻ പോലും പേടിയാ. അവൻ ഇന്നലെ എന്തിനാ ഡ്രസ്സുകളൊക്കെ കട്ടിൽ വാരി വലിച്ചെറിഞ്ഞത്? അത് ഞാൻ ദേഷ്യം വന്നപ്പോ എടുത്തിട്ടതേ എടുത്തി. അതിന് ദേഷ്യം പിടിച്ച സച്ചേട്ടൻ അതൊന്നുകൂടെ എടുത്തെറിഞ്ഞതാ. ഇവളിൽ നിന്നും ഒരു സത്യവും കിട്ടുമെന്ന് കരുതണ്ട. ഇവർക്കിടയിൽ കാര്യമായി എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ ചോദിച്ചാലും ഇവള് പറയില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം സ്വയം ഏൽക്കും, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാക്കും. ഞാൻ കണ്ടുപിടിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.